നമസ്കാരം. കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ ഏറ്റവും കുപ്രസിദ്ധമായ ലൈംഗിക പീഡന പരമ്പരകളിലൊന്നാണ് വിതുര പെൺവാണിഭ കേസ്. 1995 തിരുവനന്തപുരം ജില്ലയിലെ വിതുര സ്വദേശിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഒരു വർഷത്തോളം പല സ്ഥലങ്ങളിൽ പാർപ്പിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നതാണ് കേസിന്റെ കാതൽ. സമൂഹത്തിലെ സിനിമാ രാഷ്ട്രീയ മേഖലയിലെ ഉന്നതരായ പലർക്കും പെൺകുട്ടിയെ കാഴ്ചവെച്ചു എന്ന വെളിപ്പെടുത്തൽ പുറത്തുവന്നതോടെയാണ് ഈ സംഭവം കേരളത്തിൽ വലിയ കോളിളക്കങ്ങൾക്ക് തുടക്കമിട്ടത്. നിരപരാധിയായ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത് ഈ കേസ് അധികാരവും പണവും ഉപയോഗിച്ച് നിയമത്തെ എങ്ങനെ ദുർബലപ്പെടുത്താം എന്നതിൻ്റെ ഉദാഹരണമായി ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ കേസിന് ഇത്രയധികം മാധ്യമ ശ്രദ്ധയും ജനശ്രദ്ധയും ലഭിക്കാനുള്ള പ്രധാന കാരണം പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട പ്രമുഖരുടെ പേരുകളായിരുന്നു. മലയാള സിനിമയിലെ അതുല്യനായ നടൻ ജഗതി ശ്രീകുമാർ, പ്രമുഖ വ്യവസായികൾ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവരടക്കം നിരവധി പേർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു. സിനിമാ ലോകത്ത് തിളങ്ങി നിന്ന ജഗതി ശ്രീകുമാർ ഈ കേസിലെ പ്രധാന പ്രതികളിലൊരാളായി മാറിയത് കേരളക്കരയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ഇതോടെ കേവലം ഒരു പെൺവാണിഭ കേസ് എന്നതിലുപരി സമൂഹത്തിലെ ഉന്നതരുടെ യഥാർത്ഥ മുഖം വെളിവാക്കുന്ന ഒരു സംഭവമായി വിതുര കേസ് മാറി. വർഷങ്ങളോളം നീണ്ടുനിന്ന അതിസങ്കീർണമായ ഒരു നിയമ പോരാട്ടമാണ് പിന്നീട് കേരളം കണ്ടത്. അതിജീവിതയായ പെൺകുട്ടി തന്റെ മൊഴിയിൽ ഉറച്ചുനിന്ന് പതിറ്റാണ്ടുകളോളം നിയമയുദ്ധം നടത്തി. പലപ്പോഴായി നടന്ന വിചാരണകളും തെളിവുകളുടെ അഭാവവും സാക്ഷികളുടെ കൂറുമാറ്റവും കേസിന്റെ ഗതിയെ നിരന്തരം സങ്കീർണമാക്കി. അതിജീവിതയുടെ തളരാത്ത പോരാട്ട വീര്യവും അവർക്ക് പിന്തുണയുമായി നിന്ന സാമൂഹിക പ്രവർത്തകരുടെ ഇടപെടലുകളും ഈ കേസിലെ എപ്പോഴും സജീവമായി നിലനിർത്തി. ഒരു പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം എത്രത്തോളം ദുഷ്കരമാണെന്ന് ഈ കേസ് കേരളീയ സമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടി. ഏകദേശം 1/4 നൂറ്റാണ്ടോളം നീണ്ട നിയമ നടപടികൾക്കൊടുവിൽ കേസിലെ പ്രധാന പ്രതികളിലൊരാളായിരുന്ന ജഗതി ശ്രീകുമാറിനെ മതിയായ തെളിവുകളുടെ അഭാവത്തിൽ കോടതി കുറ്റവിമുക്തനാക്കി. കേസിലെ മറ്റു ചില പ്രതികൾ ശിക്ഷിക്കപ്പെട്ടെങ്കിലും ആരോപണ വിധേയരായ ഉന്നതർ നിയമത്തിന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന വിമർശനം ശക്തമായി നിലനിൽക്കുന്നു. വിധി എന്തു തന്നെയായാലും ഒരു പെൺകുട്ടി അനുഭവിച്ച വേദനകൾക്കും കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിലേറ്റ കറുത്ത പാടനും കാലം മറയ്ക്കാത്ത മുറിവായി വിതുര കേസ് ഇന്നും അവശേഷിക്കുന്നു. വിതുര പെൺവാണിഭ കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട പ്രമുഖരിൽ ഒരാളായിരുന്നു ജഗതി ശ്രീകുമാർ. 1995 നവംബർ 7 എറണാകുളത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നതായിരുന്നു ജഗതിക്കെതിരെയുള്ള കേസ്. പ്രധാന പ്രതികൾ ഒളിവിൽ പോയ സാഹചര്യത്തിൽ ജഗതി ശ്രീകുമാർ കേസിൽ 1-ാം പ്രതിയായും കുറ്റപത്രത്തിൽ ഇടം നേടിയിരുന്നു. കേസിൽ ജഗതി ശ്രീകുമാറിനെ പ്രതി ചേർത്തിരുന്നെങ്കിലും കോടതി പിന്നീട് വെറുതെ വിട്ടു. എന്നാൽ 2007 മെയ് 28 കോട്ടയം പ്രത്യേക കോടതി ജഗതി ശ്രീകുമാറിനെ ഈ കേസിൽ നിന്ന് വെറുതെ വിട്ടു. പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയെന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷന് പരാജയപ്പെട്ടതായി കോടതി നിരീക്ഷിച്ചു. ജഗതി ശ്രീകുമാറിനെ വെറുതെ വിട്ട കോടതി വിധി പിന്നീട് ഹൈക്കോടതിയും ശരിവെക്കുകയുണ്ടായി. ചുരുക്കത്തിൽ വിതുര പെൺവാണിഭ കേസിൽ ജഗതി ശ്രീകുമാർ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ പിന്നീട് കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയായിരുന്നു. എന്നാൽ ഈ വിധിക്കെതിരെ സർക്കാരിന്റെ അപ്പീൽ ഇപ്പോഴും കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകയും ഫെമിനിസ്റ്റുമായ പ്രൊഫസർ ഗീത എഴുതിയ അന്യായങ്ങൾ എന്ന പുസ്തകത്തിൽ വിതുര പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലുകൾ ഉണ്ട്. അത് വലിയ കോളിളക്കമാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയത്. ജഗതി തന്നെ പീഡിപ്പിച്ചുവെന്ന് പെൺകുട്ടി മൊഴി നൽകി. തന്നെ ഉപദ്രവിക്കാതെ വെറുതെ വിടണമെന്ന നിരന്തരമായ അഭ്യർത്ഥനയെ ജഗതി ശ്രീകുമാർ മാനിച്ചില്ല. മുറിക്കുള്ളിൽ ഓടിച്ചു പിടിച്ചാണ് ജഗതി തന്നെ പീഡിപ്പിച്ചതെന്നതായിരുന്നു മൊഴി എന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. ഈ പ്രസ്താവനകൾക്ക് വലിയ വാർത്തയായിരുന്നു. കൂടാതെ സാമൂഹികവും നിയമപരവുമായ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു. വിതുര കേസുമായി ബന്ധപ്പെട്ട് ജഗതി ശ്രീകുമാറിനെതിരെ ഒട്ടേറെ ആരോപണങ്ങൾ ഉയർന്നു. പലരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നു. അടുത്തിടെ ഇതേക്കുറിച്ച് സംവിധായകൻ ആലപ്പി അഷ്റഫും തന്റെ ഒരു വീഡിയോയിൽ പരാമർശിക്കുകയുണ്ടായി. ജഗതി ശ്രീകുമാറിന്റെ അഭിനയ ശൈലിയെക്കുറിച്ച് സംവിധായകനും നടനുമായ ലാൽ നടത്തിയ പരാമർശത്തെക്കുറിച്ചും ജഗതി ശ്രീകുമാറിനെ കുറിച്ചും സംസാരിക്കുന്ന വേളയിലായിരുന്നു ആലപ്പി അഷ്റഫിന്റെ തുറന്നു പറച്ചിൽ. സംവിധായകനെ മുൻകൂട്ടി അറിയിക്കാതെ സ്വന്തം കയ്യിൽ നിന്നിട്ട് അഭിനയിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്ത കാര്യമാണെന്നും ഏത് വലിയ നടനാണെങ്കിലും കയ്യിൽ നിന്നിട്ട് അഭിനയിക്കുന്നത് കഴിവായും മിടുക്കായും കാണാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ സ്വന്തമായി അഭിനയിക്കുന്ന നടൻ വിജയിക്കുമ്പോൾ അപ്പുറത്തുള്ളയാൾ പരാജയപ്പെടുമെന്നായിരുന്നു ലാൽ പറഞ്ഞത്. ഇതേക്കുറിച്ച് സംസാരിക്കവേ തിരുവനന്തപുരത്ത് ഒരു വേദിയിൽ വെച്ച് ജഗതിക്ക് കൈപ്പേറിയ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ആലപ്പി അഷ്റഫ് പറയുകയായിരുന്നു. ജഗതി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ പൊന്നാട അണിയിക്കുന്ന ഒരു സദസ്സായിരുന്നു അത്. ഇതിന്റെ VSനോട് ആരോ പറഞ്ഞു കൊടുത്തു ജഗതി സ്ത്രീ പീഡന കേസിൽ പ്രതിയാണെന്ന്. തുടർന്ന് VS ജഗതിയെ പൊന്നാട അണിയിക്കാൻ കൂട്ടാക്കിയില്ല. ഈ സംഭവം ജഗതിക്ക് വലിയൊരു അവമതിപ്പുണ്ടാക്കി. പത്രങ്ങളിലെല്ലാം വാർത്തയുമായെന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല പിറ്റേ ദിവസം രാവിലെ ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന തനിക്ക് VSന്റെ മകൻ അരുണിന്റെ ഫോൺ വന്നുവെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു. ജഗതി ശ്രീകുമാർ എവിടെയുണ്ട്? ഫോൺ നമ്പർ ഒന്ന് തരുമോ? അച്ഛനെ ആരോ തെറ്റിദ്ധരിപ്പിച്ച സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. എനിക്ക് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. സിനിമയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത നടനാണ് ജഗതി ശ്രീകുമാർ. ഞാൻ ജഗതിയുള്ള ലൊക്കേഷനിലെ പ്രൊഡക്ഷൻ മാനേജറെ വിളിച്ച് ജഗതിയോട് ഈ വിവരം പറഞ്ഞു. അതേ ഫോണിൽ തന്നെ VSന്റെ മകനെ കൊണ്ടും ജഗതിയെ വിളിപ്പിച്ചു. അരുൺ ജഗതിയോട് സംസാരിച്ചു.
അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുവെന്നുമാണ് അദ്ദേഹം വീഡിയോയിൽ പറയുന്നത്. ഒരു നടൻ എന്ന നിലയിൽ 1500-ലധികം ഹാസ്യ കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ജഗതി ശ്രീകുമാർ കോമഡി വേഷങ്ങളിൽ നേടിയ ജനപ്രീതിയുള്ള പടവുകൾ പിന്നീട് ഗൗരവപൂർണ്ണ കഥാപാത്രങ്ങളുടെ തന്റെ അഭിനയ വൈഭവം തെളിയിച്ച അതുല്യ നടനാണ്. മലയാള സിനിമയുടെ വളർച്ചയിലേക്കുള്ള സംഭാവന മാത്രം കൊണ്ടല്ല, മലയാളികളുടെ ജീവിതത്തിലേക്കുള്ള ചേർന്നു നിൽപ്പും അദ്ദേഹത്തെ വേറിട്ട് കാണുന്നു. തന്റെ ഡയലോഗ് ഡെലിവറിയും ടൈമിംഗ് സെൻസും അനേക പുതുമുഖങ്ങൾക്ക് പാഠമാണ്. 2012 മാർച്ച് 10 മലപ്പുറം തേഞ്ഞിപ്പലത്ത് വെച്ച് ഒരു വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതോടെയാണ് ജഗതി ശ്രീകുമാറിന്റെ സിനിമാ ജീവിതം താൽക്കാലികമായി നിലച്ചത്. തൃശൂരിലെ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അദ്ദേഹം. അപകടത്തിൽ തലച്ചോറിനും സൂക്ഷ്മനാഡിക്കും ഗുരുതരമായ പരിക്കേറ്റു. ദീർഘകാലത്തെ ചികിത്സയ്ക്കും വിശ്രമത്തിനും ശേഷം അദ്ദേഹം പതിയെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. അപകടത്തിന് ശേഷം പൂർണ്ണമായി പഴയ അവസ്ഥയിലേക്ക് മടങ്ങിയെത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. സംസാരശേഷി പൂർണ്ണമായി വീണ്ടെടുക്കാനായിട്ടില്ലെങ്കിലും വീൽചെയറിലിരുന്ന് പരസ്യചിത്രങ്ങളിലും ചില പരിപാടികളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുണ്ട്. പഴയ ഊർജ്ജസ്വലമായ അഭിനയത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നത് കാണാൻ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. വിതുര കേസിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ 1995 നവംബറിലാണ് സംഭവം നടക്കുന്നത്. കൊല്ലം കടയ്ക്കൽ സ്വദേശി സുരേഷ് എന്ന ഷംസുദ്ദീൻ മുഹമ്മദ് ഷാജഹാനാണ് കേസിലെ ഒന്നാം പ്രതി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ച് ലൈംഗിക ചൂഷണത്തിന് വിധേയയാക്കിയെന്നാണ് പ്രധാന ആരോപണം. ഈ കേസുമായി ബന്ധപ്പെട്ട് ആകെ 24 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിൽ ഒരു കേസിലാണ് സുരേഷിനെതിരെ ശിക്ഷ വിധിച്ചത്. 2021 ഫെബ്രുവരിയിൽ കോട്ടയം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി സുരേഷിന് വിവിധ വകുപ്പുകളിലായി 24 വർഷം തടവും 1,09,000 രൂപ പിഴയും വിധിച്ചു. ഈ തുക പെൺകുട്ടിക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു. സുരേഷ് ഒളിവിൽ പോവുകയും പിന്നീട് ക്രൈംബ്രാഞ്ച് സംഘം ഹൈദരാബാദിൽ നിന്ന് പിടികൂടുകയുമായിരുന്നു. മനോഹരനാണ് കേസിലെ രണ്ടാം പ്രതി. കേസിന്റെ തുടക്കത്തിൽ ഒളിവിൽ പോയ സുരേഷിനെ പോലീസിന് പിടികൂടാനായില്ല. വിചാരണ പൂർത്തിയാക്കിയ കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടതറിഞ്ഞ് 18 വർഷത്തിനു ശേഷമാണ് ഇയാൾ കോടതിയിൽ കീഴടങ്ങിയത്. സുരേഷിനെ പെൺകുട്ടി തിരിച്ചറിഞ്ഞിരുന്നു. 2019 ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതിയെ കോടതി പിടികിട്ടാപ്പുള്ളിയായും പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് മാസങ്ങൾക്കു ശേഷമാണ് ഹൈദരാബാദിൽ നിന്ന് പിടികൂടിയത്. 1ഉം 2ഉം ഘട്ടങ്ങളിൽ നടന്ന വിചാരണയ്ക്കിടെ പെൺകുട്ടി കൂറുമാറിയതായി കോടതി പ്രഖ്യാപിച്ചിരുന്നു. പ്രതികളെ തിരിച്ചറിയാനാകുന്നില്ലെന്നാണ് ആ മൊഴിയുണ്ടായിരുന്നത്. എന്നാൽ സുരേഷിനെ തിരിച്ചറിഞ്ഞത് വിനയായി മാറുകയും ചെയ്തു. നിലവിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് സുരേഷ്. രണ്ടാം പ്രതി മനോഹരൻ അറസ്റ്റിലായ ശേഷം ജാമ്യത്തിലിറങ്ങി മുങ്ങുകയുമായിരുന്നു. മനോഹരനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെയാണ് വീണ്ടും ഒന്നാം പ്രതിയുടെ വിചാരണ ആരംഭിച്ചത്. 24 കേസുകളിൽ ഒരു കേസിലാണ് ശിക്ഷ വിധിച്ചത്. മറ്റ് കേസുകളിൽ വിചാരണ തുടരുകയാണ്. ചില കേസുകളിൽ അതിജീവിതയ്ക്ക് പ്രതികളെ തിരിച്ചറിയാൻ സാധിക്കാതെ വന്നതും കേസിന്റെ വിധി നിർണയത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് വിചാരണയിലുള്ള 23 കേസുകളിലും കുറ്റം സമ്മതിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒറ്റ അപേക്ഷ പ്രതി കോടതിയിൽ നൽകിയത് തന്നെ.